ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയി എടുത്തു നടന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പാർക്ക് പ്ലഗിനകത്തേക്ക് കറണ്ട് സപ്ലൈ ഇല്ല. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തായിരുന്നു. HT കോയിൽ കാര്യങ്ങളൊക്കെ നോക്കി CDI യൂണിറ്റിൻ്റെ ആണോ എന്ന് സംശയം വെച്ച് CDIൻ്റെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. സ്റ്റാർട്ടർ കോയിലിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും കറണ്ട് കറക്റ്റായിട്ട് വന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൾസ് കോയിലാണ് പ്രോബ്ലം ആയിരുന്നത് കേട്ടോ. അത് ഈ വന്ന കോയിൽ, പക്ഷേ അതങ്ങനെ അസംബ്ലി ആയിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന കോയിലാണത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അസംബ്ലി പാടി നമുക്ക് ഫുൾ സെറ്റായിട്ട് മാറ്റേണ്ടി വന്നു. 1450 രൂപ അടുത്ത് ഉണ്ടായിരുന്നു കോസ്റ്റ് കേട്ടോ. റേറ്റ് 1450 രൂപ അടുത്തുണ്ട്. പിന്നെ അഴിച്ച് മാറുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരുപാട് നമ്മൾ പണിപ്പെടേണ്ടതായിട്ട് വന്നു. കാരണം വെച്ചാൽ ഇതിൻ്റെ ഫ്ലൈ വീൽ അഴിഞ്ഞ് പോരാട്ട് ഒരുപാട് നമ്മൾ പണിപ്പെട്ടിട്ടാണ് ഊരിയെടുത്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടൈറ്റാണ്. നമുക്ക് എപ്പോഴും അഴിക്കേണ്ടുന്ന ഭാഗമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും തുരുമ്പിട്ടിട്ട് ഫുൾ ടൈറ്റായിട്ട് ഇരിക്കുന്നു. വെൽഡിങ് വർക്ക്ഷോപ്പിലെ കൊണ്ട് വെൽഡ് ചെയ്തിട്ടൊക്കെ അഴിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അത് കാരണം ഒരുപാട് താമസം വന്നതാണ്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ HT കോയിലിൻ്റെ ഈ സ്റ്റാർട്ടർ കോയിലിൻ്റെ ആയിരുന്നു കംപ്ലയിൻറ്റ്. നിലവിലെ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ നോക്കുന്നുണ്ട്. കാരണം വെച്ചാൽ വണ്ടി വന്നപ്പോൾ ഒട്ടും ചാർജ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 2021 മോഡൽ. 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി പിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ട് കയറ്റി വെച്ചാലാണ്. അപ്പോൾ അത് സെൽഫ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 13 വോൾട്ട് വന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് വാല്യൂസ് കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വണ്ടിക്ക് വരും. നമ്മൾ ചാർജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് ഫസ്റ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് സെൽഫ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കും. അപ്പോൾ വലിയ താമസം ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് ആളുകളൊന്നും ഓടാം, പ്രശ്നങ്ങളില്ലാണ്ട് കുറേ നാൾ ഓടാം. സെൽഫ് കംപ്ലയിൻ്റ് ആയിരിക്കും ഫസ്റ്റ് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് നമ്മൾ സ്റ്റാർട്ടർ കോയിലായിരുന്നു, അത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റും ഡീറ്റെയിൽസ് ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ. ബോഡിയൊക്കെ ഒന്ന് കയറ്റാനുണ്ട്. ഒരുപാട് സമയം നമുക്ക് ലോസായി. ഓക്കെ.